നമസ്കാരം സുഹൃത്തുക്കളെ. സത്യം പറയാമല്ലോ, ഈ വീഡിയോ ചെയ്യുന്നതിന് എന്നെ ഒരുപാട് പേര് വന്ന് ചീത്ത വിളിക്കുന്നതും എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുന്നതൊക്കെയുണ്ട്. പക്ഷേ 49 വയസ്സായ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ചിന്തിക്കാനൊക്കെ കഴിവും ശേഷിയുമുള്ള വിദ്യാഭ്യാസമൊക്കെയുള്ള ആളാണ് ഞാനെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനി നിങ്ങൾക്ക് ആ ധാരണ തെറ്റാണെന്ന് തോന്നുന്നില്ല, അല്ല എൻ്റെ കുറ്റമല്ല. പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം നടന്ന മൊണാലിസ എന്നല്ല ഈ കുട്ടിയുടെ പേര്, ബോസ്ലെ എന്നാണ് അതിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ അതിനെ മൊണാലിസ ആക്കിയതാണ് എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിൻ്റെ ഈ പറഞ്ഞ പോലെ പ്രായത്തിലാത്ത വ്യത്യാസമുണ്ട്. 2025 നടന്ന കുംഭമേളയ്ക്ക് അതിനകത്ത് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് അതിന് ഇത്ര പെട്ടെന്ന് 2 വയസ്സ് കൂടിയത് എന്നൊക്കെയുള്ള ധാരണകൾ അവിടെ കിടക്കട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ വ്യാകുലപ്പെടുന്നില്ല. പക്ഷേ ഒരിക്കലും എന്നെപ്പോലുള്ള ഒരമ്മയ്ക്കും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ആ നടന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ ടൂറിന് വന്ന 2 പേരെ അവർക്കൊരു അമ്പലം കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നു, അവിടെ കയറി വിവാഹം കഴിക്കുന്നു. ഒരു മുസ്ലിമും ഒരു ഹിന്ദുവുമായ യുവതി വിവാഹം കഴിക്കുന്നു. അതെങ്ങനെയാണ് അതിന് നിയമസാധുത കിട്ടുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടില്ല. കാരണം ഹിന്ദു ആക്ട് പ്രകാരം ഒരു അമ്പലത്തിൽ കല്യാണം നടന്നാൽ 2 പേരും ഹിന്ദുക്കളായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനും ഒരു പെൺകുട്ടിയും, അവർ 2 പേരും ഒരേ ജാതിയിൽ ഒരേ കാസ്റ്റിൽപ്പെട്ട ആൾക്കാരായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പിനെ സംബന്ധിച്ച് 2 പേരും ഇതുപോലെ ഞങ്ങളുടെ അമ്പലത്തിൽ വന്ന് വിവാഹം കഴിച്ചതാണ്. 2 പേരും ഒരേ കാസ്റ്റും ഒരേ ജാതിയും ആയതുകൊണ്ട് മറ്റ് നിയമസാധുതകളൊന്നും ബാധകമല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് പഞ്ചായത്തിൽ നിന്നുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടി. അതൊരു വശം. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഈ നിയമസാധുത കിട്ടുന്നത് എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. സാധാരണ അത് സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് ഇങ്ങനെയുള്ള കല്യാണങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിന് 30 ദിവസം അവരുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്യപ്പെടും. അത് ആരെങ്കിലും ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കല്യാണമൊക്കെ നടക്കുകയുള്ളൂ എന്നാണ് നമ്മൾ ഇത്രയും കാലം കരുതിയിരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും നാളും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇപ്പം എൻ്റെ അറിവ് ശരിയാണെന്ന് അറിയാം. ഞാൻ ഗൂഗിളിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് അടുത്ത് സെർച്ച് ചെയ്തപ്പോഴെല്ലാം സ്പെഷ്യൽ ആക്റ്റും ഈ പറഞ്ഞ പോലെ ഹിന്ദു ആക്ട് പ്രകാരവും ഇങ്ങനെയൊക്കെയുള്ള അതൊന്നും ഇതുവരെ മാറ്റി എഴുതപ്പെട്ടതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല. ഇനി നിങ്ങൾ സഹാക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇത് മാറ്റി എഴുതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാനിതെല്ലാം സെർച്ച് ചെയ്തിട്ട് എനിക്കങ്ങനെ കാണാൻ സാധിക്കില്ല. കാരണം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷേങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണെങ്കിൽ അതിന് ലീഗൽ അല്ല എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അതിന് നിയമസാധുത കിട്ടും. പക്ഷേ ഇത് നിയമസാധുത എങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം ഒന്നും ഒരു പിടിയുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, നിങ്ങൾ നമ്മുടെ വീട്ടിലെ ഈ എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ വന്ന് വളരെയധികം ഉപദേശിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ വീട്ടിലെ 18 വയസ്സുള്ള കുട്ടി 6 മാസം മുമ്പ് കണ്ട സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരുത്തനെയും കൊണ്ട് വീട്ടിൽ കയറി വന്നാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? അംഗീകരിക്കാൻ പറ്റുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഞാനാണെങ്കിലും അംഗീകരിക്കില്ല. ഒരു അമ്മയെന്ന നിലയിൽ എൻ്റെ മകനാണെങ്കിലും, ഇനി എനിക്ക് ആ സ്ഥാനത്തൊരു മകൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അംഗീകരിക്കത്തില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പഠിക്കേണ്ട കുട്ടികളെ പഠിച്ച അല്ലെങ്കിൽ അവരൊരു നിലയിലെത്തിയിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് വിടാനല്ലാതെ ഇതിനെ സാധൂകരിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ഒരു അമ്മയെന്ന നിലയിൽ എനിക്ക് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ നഖശിഖാന്തം എതിർത്തത്. കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വളരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണോ ഇത് എന്ന് ആലോചിക്കാതെയാണ്. ഒരു മാതൃകയാണോ? നിങ്ങൾ ഈ എന്നെ വന്ന് ചീത്ത വിളിക്കുന്നവരൊന്ന് പറയൂ, ഇതൊരു മാതൃകയാണോ? എന്നിട്ട് ചിലർ വന്ന് പറയണം ആ കുട്ടിയെ പഠിക്കാൻ്റെ സമയത്ത് അതിനെ മാല വിൽക്കാൻ വിട്ട്. കഴിഞ്ഞ ദിവസം എത്രയോ കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം ലോട്ടറി വിറ്റും അല്ലെങ്കിൽ ഇതുപോലെ അത്തർ വിറ്റുമൊക്കെ അവരുടെ പഠനത്തിനുള്ള പൈസ കണ്ടെത്തുന്നത്. അതൊന്നും ഒരു കുറ്റമായിട്ട് ആരും കാണുന്നില്ല. ജോലി ചെയ്യുന്നത്, അതായത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ തന്നെ വിദേശത്ത് ചെന്ന് അവർ ജോലി ചെയ്തിട്ടാണ് അവർക്ക് പഠിക്കാനുള്ള കാശുണ്ട്. അതിനൊന്നും ആർക്കും ഒരു വിഷമവും ഇല്ല. ഓരോ നാട്ടിലും അതിൻ്റേതായിട്ടുള്ള സംസ്കാരങ്ങളും അവരുടേതായിട്ടുള്ള രീതികളുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ വന്ന ഉടനെ ഇനിയിപ്പോൾ വിദേശ രാജ്യത്തുനിന്ന് ആരെങ്കിലും വന്ന് നിങ്ങളെ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഞങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ നിങ്ങളുടെ നാട്ടിൽ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞു കളയുമോ? എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ എത്രയോ ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വരുന്നു. അവർ ഞങ്ങൾക്കിപ്പോൾ അമ്പലത്തിൽ കയറി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിടുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ നാട്ടിൽ കൊണ്ട് കാണിച്ചാൽ മതി, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് വിടാൻ പറ്റുമോ എന്നൊക്കെയാണ് എനിക്ക് ചോദ്യം. കാരണം ഇങ്ങനെ ന്യായീകരിക്കാൻ വരുന്നതുകൊണ്ട് നമുക്ക് ഒരു ഇതില്ലേ,